കോപ്പ് എത്ര നേരെ ഞാൻ കാത്തിരിക്കുന്നു. എന്താ ഇവര് സംസാരം തീരത്തെ? അല്ലേലും ഞാനിവിടെ ആരെ കാത്തിരിക്കുക? അവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ കാത്തിരിക്കാന്. പോട്ടെ എന്നാല്. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ രണ്ടിന്റെയും. പിന്നെന്താ അവർക്ക് ഇത്രത്തോളം സംസാരിക്കാനുള്ളത്? അല്ല, അവരെന്തേലും സംസാരിച്ചോട്ടെ, ഞാൻ എന്തിനാ അറിയണം അതൊക്കെ? ഓ, പെണ്ണ് മനസ്സിന്റെ ഉള്ളിൽ കേറി കൂടി, അതാ പ്രശ്നം. ഉണ്ണിയേട്ടാ, ഓ, നീ വന്നോ? വാ, എന്നാ പോവാം. കാത്തിരുന്ന് മുഷിഞ്ഞേട്ടാ. ഏയ്, അതൊന്നും സാരില്ല. ഞാൻ ഇനി ഏട്ടന്റെ വീട്ടിലേക്കില്ല. അതെന്താ? നിന്റെ വീട്ടിൽ ആരുമില്ലല്ലോ? ഉണ്ട്, അമ്മ വിളിച്ചിരുന്നു എന്നെ. അമ്മ വീട്ടിലെത്തിന്ന് പറഞ്ഞു. ഓ, ആണോ? എന്നാ നീ പോയിക്കോ. ഞാനിങ്ങനെ ഒറ്റക്ക് പോവാ, ഏട്ടനെ ആക്കി തരുമോ? ഓ, ആ, ആക്കി തരാം. വാ, നടക്ക്. ഇതാണ് എന്റെ വീട്. എന്നാ ശരി, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? വീട്ടിൽ കയറി ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം പ്ലീസ്. ഏയ്, ചായ ഒന്നും വേണ്ട. വീട്ടിൽ പോയിട്ടേ എനിക്ക് ഒത്തിരി പണിയുള്ളതാ. വീട്ടിൽ പോയിട്ട് അമ്മയുടെ കണ്ണു വെട്ടിച്ച് സിഗരറ്റ് വലിക്കാനല്ലേ? ചിച്ചി, പൊടി പൊടി. വാ ഏട്ടാ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. ഓ, എന്റെ അമ്മയെ ഒന്ന് കാണാം, പരിചയപ്പെടുകയും ചെയ്യാം. ഏട്ടന്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം നിന്നില്ലേ, അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലൊന്ന് കയറ് പോലും ചെയ്യാതെ പോന്നത് മോശമല്ലേ? അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ ചെയ്യാ? ഞാൻ കയറാം. എന്നാ വാ. ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ ഇത് അവസ്ഥ, പൊടിയും മണ്ണും. അമ്മേ, ആഹാ, അമ്മയുടെ മോളിങ്ങ എത്തിയോ? ചാരു, ഇതാണോ നിന്റെ അമ്മ? ആ, ഇതാ എന്റെ അമ്മ. ചാരു, ഇതാണ് കൂടെയുള്ളേ. ഇത് പ്രിയയുടെ ഏട്ടനമ്മേ. ആഹാ, ആണോ? എന്നെ ഇവിടെ ആക്കി തന്നത് ദേ ഈ ഏട്ടനാ. ആണോ? എന്നാ മക്കളിരിക്കെ, അമ്മ ചായ എടുത്തിട്ട് വരാട്ടോ. അമ്മ ഏട്ടനോട് സംസാരിച്ചിരിക്കെ, ഞാൻ ചായ ഉണ്ടാക്കിട്ട് വരാം. വേണ്ട ചാരു, ഞാൻ ഉണ്ടാക്കാം ചായ. വേണ്ട അമ്മ, ഞാൻ ഉണ്ടാക്കാം. അമ്മ ഇവിടെ പണിയെടുത്ത് കുഴങ്ങിയില്ലേ? വേണ്ട ചാരു, അമ്മ ഉണ്ടാക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊന്ന് പോയി ചായ ഉണ്ടാക്ക്. അമ്മ നമ്മൾ മാറിയുന്നേ, ഞാൻ ഉണ്ടാക്കിട്ട് വരാം. എന്നാ നീ തന്നെ പോയി ഉണ്ടാക്ക്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോനെ, ഇരിക്കേ. ആ അമ്മേ, ഞാൻ ഇരുന്നോളാം. എന്താ മോന്റെ ജോലി? ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യാം. അതെയോ? അപ്പൊ ലീവിന് വന്നതാ? അതെ അമ്മേ. എത്ര മാസത്തെ ലീവിനാ മോൻ വന്നേ? എനിക്ക് ഒരു 3 മാസത്തെ ലീവ് ഉണ്ടമ്മ. ആ, അത് നന്നായി. അമ്മേ, ആ ചാരു, നീ ചായ ഉണ്ടാക്കി വന്നോ? ആ അമ്മേ, ഞാൻ ചായ ആക്കി. എന്നാ മോന് കൊടുക്ക്. ആ അമ്മ. ആ ഏട്ടാ, ചായ കുടിക്ക്. ഇത് നീ തന്നെ ഉണ്ടാക്കിയ ചായയാണോ? പിന്നെ ഞാനല്ലാതെ വേറെ ആരുണ്ടാക്കാനാ? ഏട്ടൻ കണ്ടല്ലേ. എന്തേ, ചായ കൊള്ളില്ലേ? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അതെല്ലാരും പറയും എന്റെ മോക്ക് നല്ല കൈപ്പുണ്യാണെന്ന്. ഓ, എന്റെ അമ്മേ, ഒന്ന് നിർത്ത്. ഈ അമ്മ ഉണ്ടല്ലോ, എന്നെ പുകഴ്ത്താൻ കിട്ടിയ ഒരവസരം വെറുതെ വിടില്ല. ചായ രുചിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെന്താ കുടിക്കാത്തെ? ആ, ഞാൻ കുടിച്ചോളാം. ദേ, ചായ മുഴുവനും ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ആ കപ്പിങ് തരൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. നമുക്ക് പിന്നെ കാണാം. ആ ഏട്ടാ, പിന്നെ കാണാം. പ്രിയയോട് ഒന്ന് പറഞ്ഞേക്കണേ. ഓ, നിങ്ങൾ വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നീ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് നീ വരുന്ന കാര്യം? ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഓ, ആണോ? എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങി. ആ മോനെ, പോയിട്ട് വാ. ശരി അമ്മേ. ഓ, ഓവർ സ്പീഡ് പോയിട്ട് പണി കിട്ടി. മനുഷ്യന്റെ നടും കൈയും ഒടിഞ്ഞു. ഇതാര്? ചാരു? പ്രിയ അമ്മ ഇവിടെ ഇല്ലല്ലോ, ഒരു കല്യാണത്തിന് പോയതാ. ഞാൻ പ്രിയ വിളിച്ചായിരുന്നു. ഓ, അപ്പൊ ഞാൻ ബൈക്കിന്ന് വീണ കഥയൊക്കെ അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. അപ്പോ താനിപ്പോ വന്നത്? ഉണ്ണിയേട്ടനെ കാണാൻ തന്നെയാ ഞാൻ വന്നത്. എന്നെ കാണാനോ? അതെ, പരിക്ക് പറ്റി കിടക്കല്ലേ, വീട്ടിൽ ആരുമില്ലല്ലോ, ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട, ഞാനിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏയ്, അത് വേണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതുവരെ വന്നതല്ലേ, എന്നെ മടക്കി അയക്കണോ? എന്നാ നീ കയറ്. എന്റെ അമ്മോ. ഇത് കഴിച്ചു നോക്കിയേ. ഇതെന്താ, സൂപ്പാണോ? നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പാ, ഒന്ന് കഴിച്ചു നോക്കിയേ. വാവ്, മൈ ഫേവറേറ്റ്. ആണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സൂപ്പ്. എനിക്കും. ഏട്ടാ, ഞാൻ വാരി തരണോ? ഏയ്, അതിനൊന്നും ആവശ്യമില്ലടോ, ഞാൻ തന്നെ കഴിച്ചോളാം. അല്ല, ഏട്ടന്റെ കയ്യില് ബാൻഡേജ് കണ്ടോണ്ടാ ഞാൻ ചോദിച്ചേ. ആ, കൈക്ക് മുറിവുണ്ട്, വേദനയുണ്ട്, പക്ഷേ ഞാൻ തന്നെ ഒറ്റക്ക് കഴിച്ചോളാം. അത് കുഴപ്പമില്ലേട്ടാ, ഞാൻ വായിൽ വെച്ച് തരാം. അത് ഏട്ടനെന്തിനാ ഇത്ര നാണം? ഏയ്, അതൊന്നുമില്ല. ആരെങ്കിലും കണ്ടാ? ആരെങ്കിലും കാണാൻ ഇവിടെ ആരുമില്ലല്ലോ, അല്ലെങ്കിലും കണ്ടാലിപ്പോ എന്താ കുഴപ്പം? അല്ല, ഇത്രയും സുന്ദരനായ ഒരു യുവാവിന് ഒരു സുന്ദരിയായ യുവതി ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവില്ലേ എന്നാണ് എന്റെ ഒരു സംശയം. ഏട്ടൻ പ്രിയയുടെ ഏട്ടനല്ലേ? പ്രിയ എന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പ്രിയയുടെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഏട്ടനെ പോലെ എനിക്ക്. ആ കണ്ണ് കണ്ടിട്ടാണല്ലേ ഇവിടെ എനിക്ക് വാരി തരാന്ന് വിചാരിച്ചത്? ഏട്ടാ, ഞാൻ വാരി തരട്ടെ?
അയ്യോ വേണ്ട. അതെന്താ? എന്റെ ഒരു കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റേ കൈക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഷെടാ, ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ വിചാരിച്ചത് വലിയൊരു തെറ്റായപ്പോ. ഉപകാരം ചെയ്യുമ്പോഴേ ചങ്കിലിട്ട് കുത്തിയോണ്ടല്ലേ ചെയ്യാ. ചങ്ങിലിട്ട് കുത്തിന്നോ? അതിന് ഞാൻ എന്ത് ചെയ്തു? ഓ, ഇനി ദേഷ്യം പിടിക്കണ്ട, ഞാൻ വാരി തരുന്നില്ല, ഏട്ടൻ തന്നെ സ്വയം കഴിക്ക്. ഇങ്ങത്താ എന്നാ. ദാ, എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? ആ കൊള്ളാം. ഏട്ടാ, വയറ് നിറഞ്ഞോ? നിറഞ്ഞു. എന്നാ ഞാൻ ബിരിയാണി എടുക്കട്ടെ? നീ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഏട്ടന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി. നിന്നെ കേട്ടാ പോന്ന ചെക്കന്റെ ഭാഗ്യം. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ലെങ്കിലും അവനെപ്പോഴും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാലോ. നീ ഇതെങ്ങോട്ടാ പോണേ? ഏട്ടൻ കേട്ടില്ലേ, എന്റെ ഫോൺ അടിയുന്നുണ്ട്. എന്നാ വേഗം പോയി ഫോൺ എടുക്ക്. ശരി. ഏട്ടാ, ഞാനെന്നാ ബിരിയാണി എടുത്തു വെക്കട്ടെ? അല്ലടോ, തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, അതൊന്നുമില്ല. എന്നോട് വെറുതെ കള്ളം പറയാൻ നിൽക്കല്ലേ. ആരാ നിന്നെ ഫോണിൽ വിളിച്ചേ? അത് സന്ദീപേട്ടൻ. സന്ദീപേട്ടനോ? അതാരാ? അതെന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ. ഓ, അവന്റെ പേര് സന്ദീപ് എന്നായിരുന്നോ? അവൻ വിളിച്ചതിന് നീ എന്തിനാ കരയുന്നേ? ഞാനോ? എപ്പോ കഴിഞ്ഞു? നീ എന്നോട് വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. ഞാൻ കണ്ടു നീ അവിടുന്ന് മാറി നിന്ന് കരയുന്നത്. അത് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈശ്വര, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു തീരുമാനമായോ?